ഇവൻ്റെ മുഖത്തിന് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്ലേ ടൈം സീരീസിൻ്റെ 5ാമത്തെ ദിവസങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ഇന്നത്തെ എൻ്റെ ഗോൾ എന്തോന്നാണ്, ഇന്ന് ഞാനിവിടെ ഒരു അയൺ ഫാർം ഉണ്ടാക്കാൻ പോവാണ്. കാരണം എൻ്റെ കയ്യിലുള്ള ടൂൾസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, മുഴുവൻ സ്റ്റോൺ ടൂൾസാണ്. അതായത് എൻ്റെ കയ്യിലുള്ള അയൺ മുഴുവൻ തീർന്നിട്ടുണ്ട്. ഇനി എൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു ഷവൽ ക്രാഫ്റ്റ് ചെയ്യാൻ പോലും ഒരയൺ പോലും ഇല്ല. അപ്പോൾ എനിക്കൊരു അയൺ ഫാർം ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടായിരുന്നു ഇന്നലെ കുത്തിയിരുന്ന് അവനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. ആൻഡ് അവൻ ഇവിടെ നിന്ന് റെഡി ആയിക്കോട്ടെ. ആ സമയം കൊണ്ട് കാണുന്ന വില്ലേജിൽ നിന്ന് എനിക്കൊരു കുറച്ച് വില്ലേജേഴ്സിനെ അടിച്ച് മാറ്റി കൊണ്ടുവരണം. ഞാൻ വില്ലേജേഴ്സിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു ബ്രീഡറൊന്നും സെറ്റ് ചെയ്യാൻ പോകുന്നില്ല. ജസ്റ്റ് കൊണ്ടുവരിക, ഒരു അയൺ ഫാർം ഒന്ന് സെറ്റ് ചെയ്യുക. അതാണ് എൻ്റെ പ്ലാൻ. ഇവൻ്റെ മുഖം കണ്ടോ, ഇപ്പോൾ വിഷമങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. അവിടെ നിന്ന് റെഡി ആയിക്കോളാം. ആൻഡ് അതിന് വേണ്ടിയുള്ള റീസോഴ്സ് മുഴുവൻ ഞാൻ അവിടെ ഗ്യാദർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ഐറ്റംസ് മതിയാവും. കുറേയധികം ബെഡ് വേണ്ടി വന്നു. ഇതൊപ്പിക്കാനാണ് പാടുപെട്ടത്. ഈ യെല്ലോ ബെഡ്സ് ഒപ്പിക്കാൻ എളുപ്പമായിരുന്നു. കാരണം നമ്മൾ പണ്ട് റെയ്ഡ് ചെയ്ത ഒരു വില്ലേജിൽ നിന്ന് കിട്ടിയതാണ്, സോംബി വില്ലേജ്. എനിക്ക് അയൺ ഫാം സെറ്റ് ചെയ്യാൻ പ്ലാൻ ഉള്ളത് ഈ കാണുന്ന ഏരിയയിലായിട്ടാണ്. ആൻഡ് ഇവിടെ എനിക്ക് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ പൊങ്ങി വയ്ക്കുന്ന ഈ ലാൻഡൊക്കെ മൊത്തം എനിക്ക് ഈ ലെവലിൽ ഇടിച്ചിടണം. ഓക്കെ, ഇതും കൂടെ മൈൻ ചെയ്ത് കഴിയുമ്പോൾ അത് മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഇനി എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്രയും ചവർ കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്ന 2 സ്റ്റോൺസ് ഞാൻ പണ്ട് സ്മെൽറ്റ് ചെയ്ത് വെച്ചിരുന്ന സ്റ്റോൺസാണ്. ഇത് വെച്ചിട്ടായിരിക്കും നമുക്ക് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടുന്ന് ഒരു 5x5 ഒരു കുഴി കുഴിച്ചിടണം. ആൻഡ് അത് ഞാൻ കുഴിച്ചിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അതിന് മുന്നേ എൻ്റെ കയ്യിൽ കുറേയധികം ചവറിരിപ്പുണ്ട്. അത് മുഴുവൻ എനിക്ക് വീട്ടിൽ കൊണ്ടുവയ്ക്കണം. ഇവനോട് ഹലോ, അവൻ വന്ന് സ്നോബോൾ നിനക്ക് പിന്നെ സ്നോബോൾ കൊണ്ടുവരാം. ഇവിടെ കെട്ട് കണക്കിന് സ്നോബോൾ നിനക്ക് വേണ്ടിയിരിപ്പുണ്ട്. ആ മലയ്ക്കകത്തിരിക്കുന്ന സ്നോ മുഴുവൻ ഇവനാ തിന്നേണ്ടത്. ഓക്കെ, ഹാപ്പി കുഞ്ഞ്, നമ്മുടെ ഹാപ്പി കസ്. ഇവൻ എന്തോ വിളിക്കണമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ എന്തെങ്കിലും പേര് സജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇത് മുഴുവൻ എടുത്തേക്കാം. ഓക്കെ, എടാ നിൽക്കടാ, ഞാൻ നിനക്ക് സ്നോയും കൊണ്ട് വന്നടാ. എന്നാ ദാണ്ട, ഇത് നല്ല സ്നോബോളാണ്. ദാണ്ട എവിടെ ഇന്ന സ്നോ കഴിക്ക്. നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇവരെ കാണാൻ. കഴിയടാ, എന്നാൽ മൊത്തം കഴിച്ച. സോറി, അതിന് വേണമെന്ന് വെച്ചിട്ടില്ല. സോറി. മറ്റേ ഹാർനസോ അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ ഇവൻ്റെ ദേഹത്ത് കഴിക്കുന്നത്. അതിൻ്റെ റെസിപ്പി എന്തായിരുന്നു? ഓക്കെ, റെസിപ്പി മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഗ്ലാസ് ഉണ്ട്, ലെതറുണ്ട്, വൂളും നിൽക്കുന്നു. ഓക്കെ, വൂളും കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മളതിൽ വൂള്, പോപ്പി, ലെതറ്, ഗ്ലാസ് ഇത്രയും മതിയാവും ഇവന് മറ്റേ ഹാർനസ് ഉണ്ടാക്കാൻ. ഓക്കെ, നമുക്ക് ഉണ്ടാക്കാം. എവിടെ കിട്ടി. ഞാനങ്ങനെ ആദ്യമായിട്ട് അത് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പോപ്പി എന്താണെന്ന് ഞാൻ പറയാം, വെയിറ്റ്. ഇനി ഈ പോപ്പി എടുത്ത് നമുക്കിതിനെ റെഡ് ഡൈ ആക്കിയിട്ട് നമുക്ക് റെഡ് ഹാർനസ് ഉണ്ട്. നമുക്ക് എൻ്റെ ഫേവറേറ്റ് കളർ റെഡും ബ്ലാക്കും ഉണ്ട്. അപ്പോൾ ഒരു കളറെ കൊടുക്കാൻ പറ്റുമോ? നമുക്കപ്പോൾ റെഡ് കൊടുക്കാം. എന്തിടാ നീ കുട്ടാ, ഇനി ബട കയറി ഇരിക്കട്ടെ ചേട്ടാ നിൻ്റെ ദേഹത്ത്. സോറി. ഇനിപ്പാ. ഓക്കെ, ഞാൻ അങ്ങനെ ഇവൻ്റെ ദേഹത്ത് കയറി ഇരുന്നിട്ടുണ്ട്. നിങ്ങൾ എന്നെ കണ്ട കണ്ണടിയൊക്കെ ചെയ്യുന്നതാണ്, നല്ല രസമുണ്ട്. പിന്നെ അല്ല, ഞാൻ എന്താ കടന്ന് കുലുങ്ങുന്നേ. എയർഫോഴ്സ് ദേവ അവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇവനെ വെച്ച് നമുക്ക് കുറേയധികം കാര്യങ്ങൾ ചെയ്യാൻ. കാരണം ഇവൻ്റെ ദേഹത്ത് നമുക്ക് ഇങ്ങനെ കയറി വയ്ക്കും. മോജാങ് ഇവൻ്റെ ദേഹത്ത് ചെസ്റ്റൊക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും അപ്ഡേറ്റ് കൊണ്ടുവന്നാൽ കിടക്കും. ഓക്കെ, ഞാൻ എന്തിനായിരുന്നു ഇവിടെ വന്നത്? ഞാൻ എന്തിനായിരുന്നു ഇങ്ങോട്ട് വന്നേ? അത് ഞാൻ മറന്നുപോയല്ലോ. ഓക്കെ, എൻ്റെ ചവറ് കൊണ്ടുകൊള്ളാം. ഓക്കെ, ഞാൻ അത് കൊണ്ടുകൊള്ളട്ടെ. ഓക്കേടാ കുട്ടാ, നീ എവിടെ നിന്ന്? നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു കിഡ്നാപ്പ് ഉണ്ട്. ഓക്കെ, ഞാനിനി ഇത് പോയിട്ട് ഇത് മുഴുവനും മൈൻഡ് ചെയ്തിട്ടെ. ഓക്കെ, ഞാനത് മൈൻ ചെയ്തിട്ടിട്ടുണ്ട്. താഴോട്ടൊരു 5 ബ്ലോക്ക് മൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് 6ാമത്തെ ബ്ലോക്ക് മൈൻ ചെയ്യുന്നതിന് മുന്നേ ബെഡ് വെച്ചിട്ട് മൈൻ ചെയ്യാം. അല്ലെങ്കിൽ ടെമ്പററി ബ്ലോക്ക്സ് വെച്ചിട്ട് അതിൻ്റെ മേളിൽ ബെഡ് വെച്ചിട്ട് അങ്ങനെ കോംപ്ലിക്കേറ്റ് ആവും. ഓക്കെ, ഞാനിപ്പോൾ ബെഡ് വെച്ചിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് റോ ബെഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി സെക്കൻഡ് റോ വെക്കണം. അത് ഈ ലെവലിലായിരിക്കണം വെക്കേണ്ടത്. ഓക്കെ, അതും ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ എന്തെങ്കിലും ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ വെച്ച് നമുക്ക് ഇങ്ങനെ കെട്ടിപ്പോക്കാം. ഓക്കെ, ഞാനതും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാ കോർണറിലും ഒരു ടെമ്പററി ബ്ലോക്ക്സ് വെക്കണം. ഞാൻ ഡയറക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഒന്നവിടെ, ഒന്നിവിടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ബ്ലോക്സൊക്കെ വെക്കാം. ഞാനത് വെക്കുന്നുള്ളൂ. ഓക്കെ, ഒന്നിവിടെ. ആൻഡ് ഇവിടെ മുഴുവൻ നമുക്ക് 20 വർക്കിംഗ് സ്റ്റേഷൻ ഉണ്ട്. ഇത് മുഴുവനും കൂടെ ഇവിടെ വെക്കാൻ തികയും. താഴെ ഇപ്പോൾ 20 ബെഡ് ഇരിപ്പുണ്ട്, 20 വർക്കിംഗ് സ്റ്റേഷൻ ഇവിടെ ഇരിപ്പുണ്ട്.
ഓക്കെ, ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റായി. ഇനി ആ മണ്ടന്മാരെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടാൽ മതി. അതിന് മുന്നേ ഇതിനകത്ത് ലൈറ്റിങ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സ്പൂൺ ചെയ്യാൻ മരത്തില്ല. ഇത് ഇവിടെ ഇരുന്നോട്ടെ. ഓക്കേടാ, ഹാപ്പി. നമുക്ക് പോവാം, കൊണ്ടുവരാം കിഡ്നാപ്പ്. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു കൊള്ള സങ്കേതത്തിലുള്ള 2 ടീംസാണ്. കണ്ട അവൻ്റെ കണ്ണാടിയൊക്കെ. ഓക്കെ, ഇവരെ ഞാനിവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഇവന്മാർ 2 പേരെയാണ് ഞാനിന്ന് തട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത്. മര്യാദയ്ക്ക് വന്ന് ഈ ബോട്ടിൽ കയറിക്കോണം, ഇല്ലേ 2 എണ്ണത്തിനെയും വെട്ടിക്കൊല്ലും. എൻ്റെ കയ്യിൽ സ്റ്റോണിൻ്റെ സോഡ് ഇരിപ്പുണ്ട്. കേറാ. ഗെയിമിലെ ഏറ്റവും വെറുപ്പിക്കുന്ന സാധനങ്ങളാണ് ഈ നിൽക്കുന്ന ഈ മണ്ടന്മാർ. മര്യാദയ്ക്ക് വന്ന് കയറിക്കോണം. കേറാ, നീയും കൂടെ ഉള്ളൂ. കേറാ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഞാനിങ്ങ് വന്നിട്ടുണ്ട് കുറച്ച് ദൂരം. ഇവന്മാരെ ഇങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത്. പക്ഷെ ഇത് കാണുമ്പോൾ എനിക്ക് ഇവിടെ ബുംബർദീനോ ക്രോക്കത്തീനോ മറ്റേ ബ്രെയിൻ റൂട്ട്സ് അവന്മാരെ പോലും തോന്നുന്നു. ഈ പറന്നു തോന്നുന്നു ബുംബർദീനോ. അപ്പോൾ ഇവനെ നമ്മൾ ബുംബറു എന്ന് വിളിച്ചാലോ? ബുംബറു വേണ്ട, വേറെ എന്തെങ്കിലും പേരിടാം. ഓക്കെ, കുറച്ച് മുന്നോട്ട് പോകണം. കുറച്ചും കൂടി. കുറച്ച് വീണിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ താഴോട്ട് ഇറങ്ങിയിട്ട് ആ ബോട്ട് പൊട്ടിക്കണം. ഷീർ കൊണ്ടുവന്നിട്ടില്ല, അല്ലെങ്കിൽ ഷീർ കൊണ്ടൊരു ക്ലിക്ക് കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ സ്റ്റക്കായിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് ഈ ബോട്ട് പൊട്ടിക്കാം. പോലെ ആ ഓക്കെ. ഇനി ഇവിടെ അടയ്ക്കാമല്ലോ അല്ലേ? കുറച്ച് ഹേബേൽ എടുക്കണം. ഉണ്ട്. ആൻഡ് ഇത് ഇവിടെ ഇരുന്നോട്ടെ. ഇനി കുറച്ച് ബ്രെഡ് ക്രാഫ്റ്റ് ചെയ്യണം. ബ്രെഡ് ഓക്കെ, ഇത് മുഴുവനും ഞാൻ ബ്രെഡ് ആക്കിയിട്ടുണ്ട്. ഇത് അമ്മമാർക്ക് കൊടുക്കണം. ഓക്കെ, കുറച്ച് തിന്നാൻ. ഇത് മുഴുവനും അമ്മമാർ തിന്നട്ടെ. ഈ ബ്രെഡ് തന്നെ കൊടുക്കണമെന്നില്ല, വേണമെങ്കിൽ പൊട്ടറ്റോയും ക്യാരറ്റൊക്കെ കൊടുക്കാം. ഞാൻ തെറിച്ചാന്ന് ഇവന്മാർ കരുതട്ടെ. ഞാൻ കൊണ്ട് ബ്രെഡ് കൊടുക്കുന്നത് കണ്ട അമ്മമാർ തമ്മി അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അമ്മമാർ ബ്രെഡ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ബ്രെഡ് അമ്മമാർക്ക് ഇട്ട് എറിഞ്ഞും കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കാത്തൊരു സാധനമുണ്ട്, അതിനെ പോയി നമുക്ക് നോക്കണം. ഓക്കെ, ഇവിടെ ഉണ്ടായിരുന്നു ഞാനതിനെടുത്ത് വെച്ചത്. ഇതിനകത്തിരിക്കുന്ന ഈ ബുക്ക് കണ്ട ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അറിയാത്തവർക്ക്. നമ്മുടെ എപ്പിസോഡിന് ഓരോരോ ഗോൾസ് ഉണ്ടല്ലോ, അതൊക്കെ എഴുതി വെക്കുന്ന ഒരു ബുക്കാണ്. എത്ര നാളെ ഇങ്ങനൊരു സൺസെറ്റ് കണ്ടിട്ട്. ഓക്കെ, കിടന്നുറങ്ങാം. ഓക്കെ, ഈ ബുക്ക് എന്താണെന്ന് ഞാൻ ഇനി പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ഗോൾ ബുക്ക്. അതായത് എപ്പിസോഡ്സിലെ ഗോൾസും കാര്യങ്ങളും ഞാൻ എഴുതി വെക്കുന്നത് ഈ ബുക്കിലാണ്. പക്ഷേ ഇത് കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ആൻഡ് ഇന്നത്തെ ഗോൾസ് എന്തൊക്കെയാണ് ഞാൻ അതിനകത്ത് കാണിച്ചു തരാം. ഞാൻ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എപ്പിസോഡ് 1 തുടങ്ങിയ ഡേറ്റും ഉണ്ട്. ആൻഡ് ഇങ്ങനെ എപ്പിസോഡ് 2, എപ്പിസോഡ് 3, എപ്പിസോഡ് 4, ഇത് എപ്പിസോഡ് 5. ഇതിനകത്ത് ഇത്രയും ഗോൾസ് ഉണ്ട്. ബിൽഡ് ആൻഡ് ഫാർം, ഫൈൻഡ് എ ന്യൂ ഫ്രണ്ട്, പിന്നെ പ്ലാനിങ് അബൌട്ട് ഫ്യൂച്ചർ ബിൽഡ്സ്. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡിൽ എനിക്കൊരു പുതിയ ഫ്രണ്ടിനെ കൊണ്ടുവരണം, അതായത് പൂച്ച. എനിക്ക് ഗെയിമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മോബാണ് പൂച്ച. ഓക്കെ, ആൻഡ് ഇവിടെ കുറേ ബിൽഡിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. എന്തായിരുന്നു നോക്കട്ടെ. എൻ്റെ അമ്മ എന്തുകൂടെ ഇത് ഇത്രയും പിള്ളേരാ? എണ്ണ നോക്കട്ടെ. 1, 2, 3, 4, 5. ഓക്കെ, ഇവിടെ അയങ്കോലം മാമന്മാരൊക്കെ സ്പോൺ ആയി തുടങ്ങിയിട്ടുണ്ട്. 2 പേരും സ്പോൺ ആയിട്ടുണ്ട്. ഇതിപ്പോൾ വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇവന്മാരെ ഇവിടെ എന്നേക്കുമായിട്ട് അടച്ചിടാൻ വേണ്ടിയിട്ട് കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സിൻ്റെ ആവശ്യമുണ്ട്. അതിനാണ് ഞാൻ ഈ സ്റ്റോൺ കട്ടറും പൊട്ടിച്ചെടുത്ത് ഇങ്ങോട്ട് വരുന്നത്. അവിടെ സ്റ്റോൺ കട്ടർ വെച്ച് കഴിഞ്ഞാൽ അവന്മാർ ഇതുമായിട്ട് ലിങ്ക് ആവും. അത് ചെറിയ പ്രോബ്ലം ഉണ്ട്. ആൻഡ് ഇത് വെച്ചിട്ട് ഞാൻ ഈ ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റോൺ ബ്രിക്കാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് സ്റ്റോൺ ബ്രിക്സിൻ്റെ ആവശ്യമുണ്ട്, സ്റ്റോൺ സ്ലാബ്സിൻ്റെ ആവശ്യമുണ്ട്. നമുക്കത് രണ്ടും വെച്ചിട്ടാണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഇനിയാണ് ക്രൂരത. അതായത് ഇവന്മാരെ എന്നേക്കുമായി ഇതിൽ അടച്ചിടാൻ പോവുകയാണ്. അതായത് അത് അത്യാവശ്യം ക്രൂരതയാണ്. ഓക്കെ, ഞാൻ വരെ മൊത്തം ഇതിനകത്ത് അടച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കൗണ്ട് ചെയ്യണം. അതായത് ഇവിടെ നിന്ന് 1, 2, 3, 4 ഇവിടെ ആയിട്ട് ഒരു സ്ലാബ് വെക്കണം. ഇതിനകത്തായിരിക്കും വരെ സ്പോൺ ആവുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിലും 1, 2, 3, 4 ഇതായിരിക്കും എൻ്റെ കുട്ടൻ. ഓക്കെ, ഇങ്ങനെ വട്ടം ഞാൻ വെച്ചിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. 1, 2, 3. ഓക്കെ, ഞാനത് വെച്ചിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് അല്ലാതെ കുറച്ച് ബ്ലോക്സ് വെക്കണം. ഞാൻ അത് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഇത്രയും വെച്ചാൽ മതി. ഇവിടെ സ്ലാബ് വെച്ച് സ്പോൺ പ്രൂഫും ആക്കണം, അല്ലെങ്കിൽ നമ്മൾ എൻ്റെ മുകളിലൊക്കെ സ്പോൺ ഇവിടെയും കൂടെ വെക്കാനുണ്ട് സ്ലാബ്. ഓക്കെ,
ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ലാവ കില്ലിങ് ഏരിയ സെറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഒരു ലാവ എടുത്ത് വെച്ചിട്ടുണ്ട്. ലാവ എൻ്റെ ബക്കറ്റ് ഏരിപ്പുണ്ട്. ഇനി 3 സൈൻ ബോർഡ് വേണം. എൻ്റെ കയ്യിൽ 2 സൈൻ ബോർഡേ ഉള്ളൂ. ഇനി ഇതാ ഈ കാണുന്ന സ്ലാബിലോട്ടാണ് സൈൻ ബോർഡ് വെക്കേണ്ടത്. ഒന്ന് ഇവിടെയും അടുത്തൊന്ന് ഇവിടെ ആയിട്ട്. ഇനി ഇവിടെ ലാവ ഒഴിക്കണം. അതിന് മുന്നേ ഒരു സൈൻ ബോർഡും കൂടെ കൊണ്ടുവരണം. ഓക്കെ, അതും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ആയിട്ട് ലാവ ഒഴിച്ചാൽ അത് അവിടെ സ്റ്റെക്ക് ആയിരുന്നുള്ളൂ. നമുക്ക് ഇതിൻ്റെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഒന്നും പറ്റത്തില്ല. അവന്മാർക്ക് നമ്മളെക്കാട്ടും ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവന്മാർ അവിടെ വെച്ച് ലാവ കാരണം ചാവും. ഓക്കെ, ഇവിടെ ഇങ്ങനെ കെട്ടിപ്പൊക്കണം. കാരണം ഇവിടെ നിന്ന് നമ്മൾ വെള്ളം ഒഴിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇവിടെ ഡർട്ടൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്യണം. 1 2 3 ഇങ്ങനെ വേണം സെറ്റ് ചെയ്യാൻ. ആൻഡ് സ്ലാബ് വയ്ക്കാൻ പ്രത്യേകിച്ച് നോക്കുക, കാരണം അല്ലെങ്കിൽ അവിടെ അവന്മാരെ സ്പോണാവും. ഓക്കെ, ഇനി ഈ വെള്ളം എടുത്ത് ഇവിടെ ഒരു ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ് ഇവിടെ ആയിട്ട് എല്ലാം ഉണ്ടാക്കാം. ഓക്കെ, ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതെടുത്ത് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിക്കണം. ഓക്കെ, ഇതൊരു മണ്ടത്തരമായെന്ന് തോന്നുന്നില്ല. നമുക്ക് ആ ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ് ഇപ്പുറത്തോട്ടുണ്ടാക്കാം. ഓക്കെ, ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇത്തിരി വെള്ളം എടുക്കുക ഇപ്പുറത്തെ സൈഡിലോട്ട്. അതായത് 2 സൈഡിലുമായിട്ടും മുഴുവനായിട്ട് നമുക്ക് വെള്ളം ഒഴിക്കണം. അതിൻ്റെ അത് മൊത്തം ഞാൻ ഒഴിച്ചിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാൻ എന്താ വരുന്നത്. ഓക്കെ, ഫൈനലി അത് വർക്കിംഗ് ആണ്. എന്തുപറ്റിയുടെ അതാണ് വർക്കിംഗ് ആണ്. അവനവിടെ നിന്ന് ചാവുന്നുണ്ട്, ഇതാകണ്ട. ആൻഡ് ഈ വെള്ളം അമ്മനെ പുഷ് ചെയ്ത് അവിടെ കൊണ്ടുവരും. ഇവിടെ എന്താ വെള്ളമില്ലാത്തത്? ഓക്കെ, ഇത് സ്നോ ബയബാണ്. അതുകൊണ്ട് ഈ ഒരു കോർണറിൽ ഐസാവും, കാരണം ഇവിടെ സ്നോ എടുത്താണ്. ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളമായിട്ട് വരും എന്ന് തോന്നുന്നു. ഇത് സ്മെൽറ്റ് ആവാൻ എന്തെങ്കിലും ചൂട് വെച്ചാൽ മതി. ഇവിടെ എന്തോ വഴിയുണ്ട്. അയ്യോ, ലാവ. ഒരു ബക്കറ്റ് ലാവ ഇവിടെ എടുക്കാം. ഓക്കെ, ഇനി ഇതാ ഈ കോർണറിലായിട്ട് നമുക്ക് മൈൻ ചെയ്തിട്ട് ലാവ വയ്ക്കാം. അപ്പോൾ ഇവിടെ മുഴുവൻ ഒരു ഹീറ്റ് കാണും. ഇനി അതിൻ്റെ മേലോട്ട് ഞാൻ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേളിൽ ഒരു സ്ലാബും കൂടെ വയ്ക്കാം. ഓക്കെ, ഇനി ഞാൻ എൻ്റെ മേലോട്ട് ഇന്ന് ചാടത്തില്ല. ഇനി അത് മൈൻ ചെയ്തപ്പോഴത്തേക്കും അത് പൊട്ടിപ്പോയാൽ അത് കുഴപ്പമില്ല, അത് പിന്നെ മൈൻ ചെയ്യാം. ഇനി ഇത് ഞാൻ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ഇത് ഐസ് ആവത്തില്ല, കാരണം തൊട്ടടുത്ത് തന്നെ ലാവയുണ്ട്. അതുകൊണ്ട് ഇതിന് ഐസ് ആവാൻ പറ്റത്തില്ല. അങ്ങനെയാണ് മൈൻക്രാഫ്റ്റ് ഇല്ലാത്തുള്ള ഫിസിക്സ്. ഓക്കെ, ഇനി അത് പൊട്ടിക്കാം. ഓക്കെ, ഇനി ഇത് ഐസായ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വേറെ എന്തെങ്കിലും വഴി നോക്കണം. എൻ്റെ അമ്മ 21 ആയണോ? നമുക്കിപ്പോൾ തന്നെ ഹോപ്പറൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്യാം. അവിടെ മറ്റേ ചെസ്സിലോട്ടൊക്കെ വന്ന കണക്ക്. ഓക്കെ, നീങ്ങും പാടാ. ആൻഡ് ഇവന് ഞാൻ മിക്കവാറും ഈമോ എന്നല്ലായിരിക്കും പേര് കൊടുക്കുന്നത്. ആൻഡ് എവിടെ ഇവൻ? ഓക്കെ, ആൻഡ് ഇത്രയും ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് സ്പോൺ പ്രൂഫ് ആക്കണം. ഈ ഭാഗത്ത് ഒരു 5 ബ്ലോക്ക് ഡിസ്റ്റൻസ് വരെ സ്പോൺ പ്രൂഫ് ആക്കണം. അല്ലെങ്കിൽ അവർ ഇവിടെ സ്പോണാവും. അത് 8 ബ്ലോക്ക് ഡിസ്റ്റൻസിലാണ് ഇവർ സ്പോൺ ആവുന്നത്. അകത്തുനിന്ന് ഇപ്പോൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് 8 ബ്ലോക്ക് ആയിരിക്കും. ആൻഡ് ഞാനത് മുഴുവനും ചെയ്തിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ വരുന്നു. ഓക്കെ, ഇതും കൂടി കഴിയുമ്പോൾ നമ്മുടെ പണി ഇവിടെ തീർന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഇങ്ങനെ ഒരു പാത്തുണ്ട്, 5x5 വട്ടത്തിൽ കറങ്ങി പോകുന്നൊരു പാത്തുണ്ട്. ആൻഡ് ഇവിടെ ഇത്രയും പണിയുള്ളൂ. ഞാൻ കുറച്ച് വ്യത്യാസം ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ കാണുന്ന ഇത്രയും ഹോപ്പർസ് ഇവിടെ പറക്കി വെച്ച്, ആദ്യം ഒരു ഹോപ്പറെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളായിരുന്നു. അത് പ്രോബ്ലമാണ്, കാരണം അയൺ കോളംസ് ഒക്കെ ഇവിടെ വന്ന് നിന്നിട്ട് ചാവാതെ അവിടെ ഇറങ്ങാതെ അങ്ങ് നിൽക്കും. മറ്റേതാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ കത്തിപ്പോവും. ഇത് കണ്ടോ, ഇപ്പോൾ അവിടെ കത്തുന്നുണ്ടോ? അങ്ങോട്ട് കയറി ഉടനെ കത്തും. നേരത്തെ ആയിരുന്നെങ്കിൽ കത്തത്തില്ല. പിന്നെ ഈ താഴെ ഒരു തീ സ്പോണാവുന്നു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു. അതാണ്ട് ഈ കത്തുന്ന തീ ഉണ്ടോ? ഇതവിടെ വെറുതെ കിടന്ന് കത്തുക. ഓക്കെ, ഇത്രയും നേരം കൊണ്ട് നമുക്ക് എത്രയും ലൂട്ട് കിട്ടിയെന്ന് നോക്കാം. 61 അയണും 17 പോപ്പി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വിട്ടുന്നോട്ട്. ആൻഡ് ഇതിൻ്റെ മേളിൽ ഞാൻ വെച്ചിട്ടുള്ളത് 2 സ്റ്റെയർസാണ്. സ്റ്റെയർസ് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബ്ലോക്കായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യും. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യാനും പറ്റും. ആൻഡ് ഇത് നല്ല എഫിഷ്യൻസിയിൽ വർക്കാവും. 1 മണിക്കൂറിൽ നമുക്ക് 400 അയണിങ് ഗെറ്റ് വരെ ഈ അയൺ ഫാർമിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓരോ 30 സെക്കൻഡ് കഴിയുമ്പോഴും 2 അയൺ കോളം വീതം സ്പോൺ ആവുകയും ചെയ്യും. ഓക്കെ, നമ്മുടെ അയൺ ഫാർമിൻ്റെ പണി അങ്ങനെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ ബിൽഡ്സിൻ്റെ കാര്യങ്ങളെ പറ്റി പറയാം. ഈ അയൺ ഫാർം ഇരിക്കുന്നതിൻ്റെ ഈ ഭാഗത്തായിട്ടൊരു വലിയൊരു ബിൽഡിങ് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. അതൊരു ഫാക്ടറി ബിൽഡായിരിക്കും. അതിനുള്ളിലായിട്ടായിരിക്കും നമ്മുടെ മിനി ഫാർമുകളൊക്കെ വരാൻ പോകുന്നത്. ആൻഡ് അവിടെ ആയിരിക്കും കോബിൾ സ്റ്റോൺ ജനറേറ്റർ, ലാവ ജനറേറ്ററൊക്കെ വരാൻ പോകുന്നത്. പിന്നെ ഇവിടെ ആയിട്ടൊരു ടവർ വരും നമ്മുടെ ഹാപ്പി ഗാസ്റ്റിനെ നിർത്താനായിട്ട്.
പിന്നെ ഈ കാണുന്ന പോർട്ടൽ കുറച്ച് നീക്കി വെക്കണം, അത് ഞാൻ ഓഫ് ക്യാമറയിൽ നിന്ന് ചെയ്തോളാം. ആൻഡ് ഇത്രയൊക്കെ ബിൽഡ്സ് ഇവിടെ കൊണ്ടുവരണം. പിന്നെ ഇനി എന്തെങ്കിലും കുത്തി നിറയ്ക്കാൻ പറ്റുമെങ്കിൽ നിറയ്ക്കണം. ആൻഡ് അതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിലായിട്ടിരുന്ന് ചെയ്യാം. ഇന്നത്തെ എപ്പിസോഡ് അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു തരുന്നു. അപ്പോൾ എല്ലാവരും പോയിട്ട് അടുത്ത വീഡിയോ വാ. ടാറ്റ ബൈ ബൈ.